ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ശബരിമല യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ കടപ്പാട്ടൂർ നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. ഇപ്പോൾ സമയം 4:30 മണി കഴിഞ്ഞു. നമ്മൾ കടപ്പാട്ടൂരിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിന്ന് ശബരിമലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ദീപാലങ്കൃതമാണ് കേട്ടോ സ്ഥലമൊക്കെ. നമ്മളിവിടെ എരുമേലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർണാടക പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു പാർക്കിംഗ് ഏരിയ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അവർ ക്ഷണിക്കുന്നുണ്ട്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണുന്നതാണ് നമ്മുടെ എരുമേലി വാവര് പള്ളി. അപ്പോൾ നമ്മൾക്ക് ഈ ശരംകുത്തിയിൽ കുത്താനുള്ള ശരമൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങൽ. നമ്മളതൊക്കെ വാങ്ങി നമ്മൾ പേട്ട തുള്ളിയിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് തിരിക്കുക. അപ്പോൾ അവിടെ പേട്ടത്തുള്ളിലൊക്കെ നടക്കുന്നുണ്ട്. അതിരാവിലെയാണ്. നല്ല തിരക്കാട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട്. കാരണം ഈ 27-ാം തീയതി നട അടയ്ക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ നമ്മൾ തലപ്പാറക്കോട്ട ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് തലപ്പാറ കോട്ട ക്ഷേത്രം. അപ്പോൾ നമ്മൾ പേട്ടത്തുള്ളി ഇവിടെ വന്ന് ചുറ്റി നേരെ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി കുളിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മല കയറാനായിട്ട്. നേരെ എത്ര ആയിട്ടുള്ളെങ്കിലും ഇപ്പോഴും ഈ കച്ചവടക്കാർ ഈ കടയും തുറന്ന് ഇരിക്കുന്നതാണ്. ഈ പേട്ടത്തുള്ളതിനുള്ള ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ഈ കാണുന്നതാണ് എരുമേലി വാവറ് പള്ളി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വാവര പള്ളിയിലേക്ക് കയറുകയാണ്. അപ്പോൾ മുൻപ് കയറിയ ഭക്തർ തിരിച്ചിറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പെർമിഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഏകദേശം ഈ സുബൈ സമയമല്ലേ, ഒരു രാവിലത്തെ നിസ്കാര സമയമാണ്, അതാണ് നടക്കുന്ന ഉള്ളിൽ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പെർമിഷനില്ല. അപ്പോൾ നമ്മൾ വാവര് പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വാവർക്ക് തേങ്ങ അടിക്കുന്ന സ്ഥലമാണത്. നമ്മൾ പുറം ചുറ്റി ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഒരു വശത്താണ് ഈ തേങ്ങ അടിക്കാനുള്ള സ്ഥലം. ഇത് വാവൂർപള്ളി ഇപ്പോൾ നവീകരിച്ച രൂപമാട്ടോ. അത് മുൻപൊരു കുഞ്ഞു പള്ളിയായിരുന്നു. ഇപ്പോൾ നല്ല ഗംഭീരമായിട്ട് നല്ല വലിയ പള്ളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേട്ട കഴിഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുൻപ് ഇവിടെ ശബരിമലയ്ക്ക് പോയ സമയത്ത്, കുഞ്ഞു പള്ളിയായിരുന്ന സമയത്ത്, ഇവിടെ വാവരുടെ പ്രതീതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭസ്മം തരുമായിരുന്നു. നമ്മളെന്തെങ്കിലും ദക്ഷിണ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആ സംഭവം ഇപ്പോൾ ഇവിടെ ഇല്ല, അതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആചാരങ്ങളിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞ് സ്വാമിയപ്പനാട്ടോ. അദ്ദേഹം ഭയങ്കര ആവേശത്തിലാണ് പേട്ട തുള്ളുന്നത്. ഈ പേട്ട തുള്ളലിൻ്റെ പിന്നിലൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഈ എരുമേലി എന്ന പേര് വരാൻ തന്നെ കാരണം ഈ എരുമക്കൊല്ലി എന്ന പേര് ലോപിച്ച് എരുമേലി ആയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെയാണ് നമ്മളെ ഈ ഐതിഹ്യത്തിൻ്റെ പ്രത്യേകത കിടക്കുന്നത്. അതായത് മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷിയെ വധം ചെയ്ത സ്ഥലമായതുകൊണ്ട്, അതായത് മഹിഷം എന്ന് പറഞ്ഞാൽ പോത്തുന്നും മഹിഷി എന്ന് പറഞ്ഞാൽ എരുമ, അതായത് പോത്തിൻ്റെ സ്ത്രീലിംഗ പദമാണ്. അപ്പോൾ ഇവിടെ വെച്ച് മഹിഷിയെ വധം ചെയ്തത് കൊണ്ടാണ് എരുമക്കൊല്ലി എന്ന സ്ഥലപ്പേര് കിട്ടിയതെന്നും അത് പിന്നീട് ലോപിച്ച് എരുമേലി ആയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മഹിഷി വധത്തിൻ്റെ ഒരു അനുസ്മരണാർത്ഥമാണ് ശരിക്കും ഈ പേട്ടത്തുള്ളൽ നടക്കുന്നത്. അപ്പോൾ ശബരിമലയിലേക്ക് ആദ്യമായി വരുന്ന കന്യയ്യപ്പന്മാരായ ഭക്തന്മാരാണ് ശരിക്കും ഈ പേട്ട തുള്ളേണ്ടത്. സ്വാമി തിന്തകത്വം അയ്യപ്പ തിന്തകത്വം എന്ന വായ്ത്താരിയായിട്ടാണ് ഈ പേട്ട തുള്ളൽ ചടങ്ങ്.
ഇപ്പം സമയം 6:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശബരിമലയ്ക്ക് ആവശ്യമായ ശരവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാനുണ്ട്. നമുക്ക് 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പമ്പയിലെത്താനായിട്ട്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിന് ഇത്ര സമയം നിർത്തിയതിന് 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ശബരിമല യാത്രയിൽ ഏറ്റവും കൂടുതൽ പൈസ ഈ എരുമേലിയിലാണ് ഇവർ വാങ്ങുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയണ്ടായി. അതെ, ഇത് നമ്മൾ ഈ പള്ളിശ്ശേരി ഞങ്ങൾ 1 കോടി രൂപയ്ക്ക് എടുത്തു. 1 കോടി രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ സിന്ദൂരത്തേലാ സാറേ ഈ പൈസ മൊത്തം ആൾക്കാരെ ഡിസൈൻ ചെയ്ത് വരച്ച് മേത്തൊക്കെ പടം വരച്ചൊക്കെ പൈസ മേടിക്കുന്നത്. ഇത് ഒത്തിരി സത്യം പറഞ്ഞ ഈ വൈറ്റ് കോളർ ജോബൊന്നും അല്ല ഇത്. താഴെ കിടക്കുന്ന ആൾക്കാർ ജോലി ചെയ്യുന്ന അവർ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഇത് ചങ്കത്തടിച്ച പോലെ സിന്ദൂരം ഇപ്രാവശ്യം എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ സിന്ദൂരം കളർ ഇടുന്നുണ്ടല്ലോ അവർ. കളർ ഇടുന്നത് മറ്റേ ഇതാ ഭസ്മവും ചന്ദനവും. അല്ല, കളറുണ്ടല്ലോ. കളറില്ല, ഉണ്ട്. കളറ് തമിഴന്മാർ കൊണ്ടുവരുന്നുണ്ട്. ആണല്ലേ? ഇവിടെ വിൽക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല. തമിഴന്മാർ വണ്ടിയെ കൊണ്ടുവരും. ഇതില്ലെന്ന് അറിയുമ്പോൾ അവന്മാർക്ക് ഇത് ഇമ്പോർട്ടൻ്റാണ് കളറ്. അവന്മാർ ഇത് അവിടുന്ന് കൊണ്ടുവരും. അല്ലാണ്ട് അതിനകത്ത് ഒന്നുമില്ല. പിന്നെ എന്നാ ചെയ്യാനാ, ഇപ്പം എല്ലാ പ്രാവശ്യം കച്ചവടം ഇപ്പം ഫ്ലോവ്. ഇതിപ്പം പൊതുവെ ആൾ കുറഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥ. പ്രൈവറ്റ് പാർക്കിങ്ങിലൊക്കെ റേറ്റ് വ്യത്യാസമാണ്. ദേവസ്വത്തിൻ്റെ ഗ്രൗണ്ടിലും ദേവസ്വം ഗ്രൗണ്ട് എവിടെ വരുന്നത്? ദേവസ്വം ഗ്രൗണ്ട് താഴെ. പക്ഷേ അവിടെ റേറ്റ് ഈ റേറ്റിനൊന്നും ഓടത്തില്ല. അത് എടുത്തേക്കുന്നത് 1 കോടി 82 ലക്ഷം രൂപ GST കാണാം. അത് എടുത്തവനിട്ട ചോടി. കാരണം നീതി സ്ഥലം എവിടെയാ? ഇവിടെ തന്നെ. എൻ്റെ പേരെന്താ? എൻ്റെ പേര് അനീഷ്. പിന്നെ ഇത് നീതിപൂർവ്വം നടക്കണമെങ്കിൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഏതെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ കൂടി ഇവിടുത്തെ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് എടുത്താൽ റെക്കോർഡാണോ? റെക്കോർഡിങ്. സന്നദ്ധ സംഘടനകളൊക്കെ കൂടി ഗ്രൗണ്ടൊക്കെ ഒന്ന് എടുത്തിട്ടാൽ മതി. ബാത്റൂം ഫ്രീ കൊടുക്കാം, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്രീ കൊടുക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഈ പാർക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു ആളാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ ആചാരങ്ങളെ മുതലാക്കിക്കൊണ്ട് നമ്മളെ കയ്യിലുള്ള പൈസ വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ശബരിമല യാത്രയിൽ ഇത്രയധികം പൈസ വാങ്ങുന്ന ഒരു പാർക്കിംഗ് ഏരിയ വേറെ ഇല്ല. 100 രൂപയാണ് ഏകദേശം കുറഞ്ഞ സമയത്തിന് വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം കാനനപാതയിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. മഞ്ഞൊക്കെ ഇതാ ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങ് പോകുന്നതോറും തണുപ്പ് കൂടി ഉള്ള ഒരു അവസ്ഥയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. മഞ്ഞൊക്കെ ഇതാ കണ്ട റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ യാത്ര നിലയ്ക്കലെത്തിയിട്ടുണ്ട്. നിലയ്ക്കലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടുന്നാണ് നമുക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നൊക്കെയുള്ള വിവരം കിട്ടുക. സാറേ, നമ്മൾ നമുക്ക് പമ്പയിൽ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കണ്ടായി. എല്ലാരും പോകുന്നുണ്ടോ? വണ്ടിയോടെ ഇട്ടിട്ട് പോകണതാണ് നല്ലല്ലേ? നല്ല തിരക്കാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് പാർക്കിംഗ് ഗ്രൗണ്ട് നമ്പർ 15 കേട്ടോ. 1ഉം 2ഒക്കെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. 15 ഇനി നമ്മൾ കണ്ടുപിടിക്കണം. മാത്രമല്ല 15-ൽ നമ്മൾ പാർക്കിംഗ് ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് KSRTC കയറിയിട്ട് വേണം പമ്പയിലേക്ക് പോകാനായിട്ട്. നമ്മൾ 15 കണ്ടുപിടിക്കാതാണ് ആദ്യത്തെ കടമ്പ. അപ്പോൾ നമ്മൾ 2ാമത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിങ്ങിനുള്ള ഫീസ് അടയ്ക്കണം. 50 രൂപയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെയുള്ള ചാർജാട്ടോ ഇത്. തൊട്ട് മുമ്പ് നമ്മൾ എരുമേലിയിൽ അടച്ചത് 100 രൂപയാണ്, ഏകദേശം മിനിറ്റുകൾക്ക്. അപ്പോൾ ഇവിടെ അതാണ് ഇതിൻ്റെ വ്യത്യാസം പറയുന്നത്. അതായത് നമ്മൾ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെ നമുക്കിവിടെ ശബരിമലയിൽ 50 രൂപയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. നമ്മൾ കാറാണല്ലോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതൊക്കെ പാർക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാട്ടോ. ഇപ്പോൾ ശബരിമലയെ അപേക്ഷിച്ച് പാർക്കിംഗ് ഒക്കെ ഭയങ്കര സെറ്റാട്ടോ. കാരണം നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും, ഇതുപോലെ ഓരോ ഗ്രൗണ്ടുകളായിട്ട് തിരിച്ചിട്ട് ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ പ്രകാരമാണ് നമുക്ക് അതിൻ്റെ കൂപ്പൺ കിട്ടുന്നത്. അപ്പോൾ അതാത് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരുന്നേരം ആ വണ്ടി എടുത്ത് പോരാനാണ്. കാരണം ഒത്തിരി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളെ 15 നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രൗണ്ട് നമ്പർ. നമ്മളത് തിരഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുക തന്നെയാണ്. സൂര്യൻ ഉദിച്ച് വെയിൽ ചൂടാകുന്നതേ ഉള്ളൂ. എന്നാലും ആ രാവിലത്തെ വലിയ തണുപ്പൊക്കെ മാറി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 13 ഗ്രൗണ്ട് നമ്പർ എത്തിയിട്ടുണ്ട്. ഇനി 15 ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അതിനുള്ള യാത്രത്തിന് തന്നെ ഏകദേശം നമ്മൾ ഒത്തിരി കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദൂരെ പാർക്കിംഗ് കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കെട്ട് താങ്ങിയിട്ട് വാഹനത്തിൽ നിന്ന് KSRTC സ്റ്റാൻഡ് വരെ നടക്കണം. എന്നിട്ട് അവിടുന്ന് 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം പമ്പയിലേക്ക് പോകാനായിട്ട്. ഇതാ നമ്മുടെ 15 ഗ്രൗണ്ട് നമ്പർ എത്തിയിട്ടുണ്ട്. നമ്മൾ 4 പേരും ശബരിമല യാത്രയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ വാഹനം വളരെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യണം. നമ്മൾ അതിനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് കെട്ടൊക്കെ എടുത്ത് നേരെ KSRTC സ്റ്റാൻഡ് വരെ നടക്കണം. അപ്പോൾ വീഡിയോ ഒത്തിരി നീളമായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാഴ്ച അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക.